വ്യാജ LLB സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത സംഭവത്തിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു പോലീസ്. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷൻ സ്വദേശി മനോജ് രാജിനെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. അനുരാഗ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരാഗ്, എന്താണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയുടെ വ്യാജ LLB സർട്ടിഫിക്കറ്റാണ് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യാൻ മനോജ് രാജൻ നൽകിയത്. ബാർ കൗൺസിലിന്റെ വിവരാവകാശ പ്രകാരം 2012 മനോജ് രാജൻ LLB നേടിയത്. ഇതേ യൂണിവേഴ്സിറ്റിയുടെ തന്നെ 2009 ഡിഗ്രി സർട്ടിഫിക്കറ്റും ഹാജരാക്കി. എന്നാൽ ഇത് രണ്ടും വ്യാജമാണ് എന്നാണ് തിരുവനന്തപുരം സ്വദേശി സച്ചിൻ AG തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൽ നൽകിയ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വ്യാജരേഖ ചമച്ചതിനും ഉപയോഗിച്ചതിനുമുള്ള വകുപ്പ് ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സച്ചിൻ AGയുടെ പരാതിയിൽ പോലീസും ബാർ കൗൺസിലും ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. നേരത്തെ ബാർ കൗൺസിലും സച്ചിൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. 2013 മനോജ് രാജൻ കേരള സർവകലാശാലയിൽ സെനറ്റ് അംഗം കൂടി ആയിരുന്നു. തിരുവനന്തപുരത്തെ സജീവ KSU യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്നു ഈ മനു. 1999 MG കോളേജ് ബോംബറി കേസിലെ പ്രതി കൂടിയാണ് മനോജ് രാജൻ. നേരത്തെ ഈ ബാർ കൗൺസിലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള അന്വേഷണത്തിൽ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഹൈക്കോടതിയിൽ നൽകിയത് എന്നായിരുന്നു മനുവിന്റെ ഒരു അവകാശവാദം. പക്ഷേ പിന്നീട് ഇതെല്ലാം വ്യാജമാണെന്ന് കേരള യൂണിവേഴ്സിറ്റി തന്നെ ഇത്തരത്തിൽ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. മനുവിനെ കണ്ടെത്താൻ ഉള്ള ഒരു അന്വേഷണം കൂടി നടക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചും ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. കന്റോൺമെന്റ് SI ദിൽജിത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന കൂടി നടക്കുകയാണ്. ഒളിവിൽ കഴിയുകയാണോ? ഇന്നലെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇയാളെ ഉള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനമായും ഇയാളുടെ വീട്ടിൽ പരിശോധന നടക്കുകയാണ്. കന്റോൺമെന്റ് SI ദിൽജിത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. കാരണം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ രേഖകൾ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അത് ഈ കേസിൽ വലിയ തെളിവായി മാറുകയും ചെയ്യും. അതിനുള്ള പരിശോധന ഇയാളുടെ വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള വീട്ടിൽ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരിശോധന ഇപ്പോൾ നടക്കുന്നു. കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. ഊർജിതമായി തന്നെ അന്വേഷണം നടക്കുന്നു. ഗുരുതരമായ ഒരു സംഭവമാണ്. വ്യാജ LLB സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിലാണ് ഇയാൾ എൻറോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം ഈ പരാതിക്കാരൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനാൽ ഇപ്പോൾ എന്തായാലും കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അനുരാഗ്, എന്തായാലും ഇത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. അനുരാഗ്, ഒരു കാര്യം, ഈ മനോജ് രാജ് ആരാണ്? അയാളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ സജീവ KSU യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഈ മനോജ് രാജൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ കേസിൽ ഇപ്പോൾ കേസ് പെട്ടിരിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ KSU യൂത്ത് കോൺഗ്രസിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുകയാണെങ്കിൽ നിരവധി കേസുകളായി വ്യാജരേഖ ചമയ്ക്കലും ഇത്തരത്തിലുള്ള കേസുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ തന്നെ ഇത്തരത്തിൽ കേസിൽ പെടുകയാണ്, പ്രതികളാവുകയാണ്, അറസ്റ്റിലാവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പശ്ചാത്തലം പരിശോധിക്കുകയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനൊന്നും തന്നെയും വ്യക്തമായ മറുപടി പറയുകയോ അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ തള്ളിപ്പറയാനോ ഈ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ സജീവ പ്രവർത്തകരായവർ തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ അറസ്റ്റിലാകുന്നത്. ഇപ്പോൾ ഇത് വളരെ ഗുരുതരമായ കേസാണ്. കാരണം മഗധ് യൂണിവേഴ്സിറ്റിയുടെ വ്യാജ LLB സർട്ടിഫിക്കറ്റ് ആണ് ഇയാൾ നിർമ്മിച്ച് ഹൈക്കോടതിയിൽ യാതൊരു ഭയവുമില്ലാതെ എൻറോൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ബാർ കൗൺസിലിൽ പരാതി പോകുമ്പോഴും വീണ്ടും ന്യായീകരണവുമായി അല്ലെങ്കിൽ മറ്റൊരു കള്ളവുമായാണ് ഇയാൾ വിശദീകരണം നൽകുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് ഹൈക്കോടതിയിൽ നൽകിയതെന്നായിരുന്നു ഇയാളുടെ വിശദീകരണം. പക്ഷേ അതും കള്ളമാണെന്ന് കേരള യൂണിവേഴ്സിറ്റി തന്നെ ഇത്തരത്തിൽ വിശദീകരണം നൽകുന്നു. എന്തായാലും തുടരെ ഒരു കള്ളം മറക്കാൻ വീണ്ടും കള്ളം പറഞ്ഞ് തുടരെ ഇത്തരത്തിലുള്ള വ്യാജ കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ മനോജ് രാജൻ. എന്തായാലും ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇയാളുടെ വീട്ടിൽ കൂടി പരിശോധന കന്റോൺമെന്റ് പോലീസ് നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലുമുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ഈ കേസിൽ നിർണായകമാവുകയും ചെയ്യും. ഒരുപക്ഷെ ഈ കേസ് എറണാകുളത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം ഇത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എറണാകുളം പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഹൈക്കോടതി പരിസരത്തുള്ള പരിധി വരുന്ന സ്റ്റേഷനിലായിരിക്കും ഈ കേസ് കൈമാറാനുള്ള സാധ്യത. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേസെടുത്ത ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തെളിവ് കണ്ടെത്താനുള്ള ആ ഒരു നീക്കത്തിലാണ് കന്റോൺമെന്റ് പോലീസ് നിലവിലുള്ളത്. ശരി, അനുരാഗാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.